കണ്ണൂരിൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. നേരത്തെ KPCC അധ്യക്ഷ പദവിയും MP സ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലെ ബുദ്ധിമുട്ട് സുധാകരൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അതിനാൽ തന്നെ മത്സര രംഗത്ത് നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. എന്നാൽ കണ്ണൂരിൽ CPM ശക്തനായ നേതാവ് MV ജയരാജനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച സാഹചര്യത്തിലാണ് സുധാകരൻ തന്നെ മതിയെന്ന നിലപാടിലേക്ക് പാർട്ടി നേതൃത്വം എത്തിയത്. പല നേതാക്കളുടെയും പേരുകൾ കണ്ണൂരിലേക്ക് ഉയർന്നു വന്നുവെങ്കിലും അവർക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുകളും വന്നു. ഇതും നേതൃത്വം കണക്കിലെടുത്തു. വേറെ നല്ല സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നുവെങ്കിൽ സുധാകരന് രാജ്യസഭാ സീറ്റ് നൽകി അയാളെ കണ്ണൂരിൽ മത്സരിപ്പിക്കാമായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ വന്ന പേരുകളൊന്നും കണ്ണൂരിന് പറ്റിയ പേരുകളായിരുന്നില്ല. അങ്ങനെയാണ് സുധാകരനെ തന്നെ കളത്തിലിറക്കാൻ ദേശീയ നേതൃത്വം തീരുമാനിച്ചത്. സുധാകരൻ വരുന്നത് ജില്ലാ സംസ്ഥാന നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ്. കണ്ണൂരിൽ സുധാകരൻ അല്ലെങ്കിൽ വിജയസാധ്യത കുറയുമെന്ന് സംസ്ഥാന നേതൃത്വം AICCയെ അറിയിച്ചിരുന്നു. സുധാകരന് പകരം ഒരു മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്തത് ഒരു പോരായ്മ തന്നെയാണ്. സുധാകരൻ മത്സരിച്ചാലും KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയില്ല. സുധാകരൻ കഴിഞ്ഞ തവണത്തേക്കാളും ഭൂരിപക്ഷത്തിൽ വിജയക്കൊടി പാറിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ. സുധാകരന് വേണ്ടി പ്രചാരണം തുടങ്ങാൻ പാർട്ടി കീഴ്ഘടകത്തിന് KPCC നിർദ്ദേശം നൽകി. KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയാത്തതുകൊണ്ട് മറ്റ് മണ്ഡലങ്ങളിലും സുധാകരൻ്റെ സാന്നിധ്യം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ മാത്രമേ സുധാകരനെ പ്രചാരണത്തിന് കണ്ണൂരിൽ കിട്ടുകയുള്ളൂ. ഇടതുമുന്നണിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ശതമാനം കൂടാൻ സാധ്യതയുണ്ട്. സ്ഥാനാർത്ഥി MV ജയരാജനായതുകൊണ്ട് ഏതായാലും ശക്തമായ മത്സരമാണ് നടക്കാൻ സാധ്യത.